ഒരു 3 കഷ്ടപ്പാടാണ് സങ്കടം തോന്നുന്നു. ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും ഭയങ്കര സന്തോഷത്തിലാണ്, ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും അല്ലേ ഒരു 3 കൊല്ലത്തോളായി കഷ്ടപ്പാടാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങളൊരു കൊച്ചു വീട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതലേ റെന്റ് ഹൗസിൽ നിന്നതാണ്. അപ്പം എനിക്കിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു നമുക്ക് അധ്വാനിച്ച് നമ്മൾ തന്നെ പൈസ ഉണ്ടാക്കി വീട് വെക്കണമെന്ന്. അങ്ങനെ നമ്മൾ വീട് വെച്ചു. ലോണ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ കുറച്ച് സ്വർണ്ണം ലോണൊക്കെ വെച്ചിട്ട് നമ്മളൊരു സ്ഥലം വാങ്ങിയിട്ടു. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വീട് വെക്കുന്നൊന്നും വിചാരിച്ചിട്ടില്ല. മെല്ലെ മെല്ലെ പണിത് തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ദൈവം സഹായിച്ച് നമുക്ക് പണിയാൻ പറ്റി. പിന്നെ കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ വീട്ടിലും ഉണ്ട്. എന്നാലും സ്റ്റിൽ നമുക്ക് അത് ചെയ്ത് തീർക്കാൻ പറ്റി. അതന്നെ നമുക്ക് ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയൊക്കെ ഞങ്ങളെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു കാര്യം ഉണ്ടാക്കാൻ പറ്റിയത്. അതെ, പിന്നെ നമ്മൾ കുറേ കമന്റ്സ് ഒക്കെ കാണലുണ്ടായിരുന്നു. അതായത് റെന്റ് ഹൗസിൽ അത് ഒന്ന് റെഡി ആക്കി കൂടെ, പെയിന്റ് അടിച്ചുകൂടെ എന്നൊക്കെ ഉള്ളത്. നമുക്ക് അത്രയും എമൗണ്ട് അവിടെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ പണികൾ നമ്മൾ അറ്റ് എ ടൈം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു പൈസ വെച്ചിട്ടല്ല ചെയ്ത് വന്ന പൈസയും കാര്യങ്ങളും ലോണും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തതാണ്. അപ്പൊ ഭയങ്കര എന്താ പറയുക സങ്കടം തോന്നും നമ്മൾ ചില കമന്റ്സ് ഒക്കെ കാണുമ്പോൾ. പക്ഷെ നമ്മളിങ്ങനെ ഓക്കെ നല്ലൊരു നാളേക്ക് വേണ്ടി നല്ലൊരു കാര്യത്തിനല്ലേ നമുക്ക് റെഡിയാക്കാന്ന് വിചാരിച്ച് നമ്മൾ അവിടെ തന്നെ നിന്ന്. അത് നമുക്ക് നല്ലൊരു ഐശ്വര്യമുള്ള സ്ഥലമായിരുന്നു അല്ലേ. നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെ നിന്നാണ് നടന്നത്. അപ്പം നമുക്ക് നല്ലൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങളിപ്പോൾ വീട് വെക്കുന്നു ഇതാക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നു ഒന്നും വിചാരിച്ചിട്ടില്ല. നമ്മൾ കുറച്ച് ഉണ്ടാക്കി അങ്ങനെ ഇപ്പോൾ ഒരു 3-3.5 കൊല്ലല്ലേ കഷ്ടപ്പാടാണ്. നമുക്ക് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നാളേക്കാണ് പാല് കാച്ചല്. അത് നിങ്ങളോടൊക്കെ ഒരുപാട് നന്ദി സ്നേഹമുണ്ട്. പണികളൊക്കെ കുറച്ചുകൂടി ബാക്കിയുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് നമുക്ക് നമ്മുടെ സന്തോഷം നമ്മൾ ഇതൊക്കെ നിങ്ങളെയും കൂടി കാണിക്കണമെന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. അപ്പം നിങ്ങളും കൂടി ഒന്ന് കാണുക. നമ്മൾ വെച്ച ഒരു നമ്മുടെ കൊച്ചു സ്വപ്നം എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരു പ്രാവശ്യം കൂടി. അപ്പം നമുക്ക് വീട് കാണാം. Iwara, which means God's gift. Casa, which means home. This is our God-gifted home. Welcome everyone. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഏരിയ വരുന്നത്. അപ്പോൾ അതാ ഇവിടെ ആയിട്ട് നമുക്ക് കിണർ വരുന്നുണ്ട്. ഒരു വുഡൻ തീമായിട്ട് നമ്മൾ കൂടുതൽ വുഡൻ തീമാണ് വീട്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വുഡൻ തീമായിട്ട് പെയിന്റ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലാണ് കാർ പോർച്ച് വരുന്നത്. അപ്പോൾ അതാ ഇവിടെ നമ്മൾ കുറേ ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഇത്. പക്ഷെ വളർന്നിട്ടില്ല, 2 മാസമെങ്കിലും എടുക്കും വളരാൻ. വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. പിന്നെ ആദ്യമായിട്ട് ഇത് അവിടെ പൂവ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കാർ പോർച്ച് ഏരിയ വരുന്നത്. കാർ പോർച്ച് നമ്മുടെ സ്റ്റാറ്റസ് റൂഫിംഗ് എന്ന് പറഞ്ഞാൽ അവരാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒറ്റ പില്ലറിലാണ് കാർ പോർച്ച് വരുന്നത്. ഒറ്റ പില്ലർ ഡിഗ് ചെയ്ത് കയറ്റിയിട്ട് ആണ് അവർ കാർ പോർച്ച് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ മാത്രം നമ്മൾ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫ്ലോറിങ്. പിന്നെ ഫ്ലോറിങ് ഇപ്പോൾ കുറേ മണ്ണും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇതൊക്കെ ഫൈനൽ ക്ലീനിങ്ങിന് വേണ്ടി വെച്ചതാണ്. അപ്പം ഇവിടുന്ന് നേരെ നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ട് കയറാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. ഇതാ ഇവിടെ നമ്മൾ 2 ചെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഷൂറാക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഷൂറാക്കം സീറ്റിംഗ് ഏരിയ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ എന്താ പറയുക ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടേക്ക് ഇരുന്ന് ഈവനിങ് ഒക്കെ നല്ലോണം സംസാരിക്കുക. അങ്ങനെ നല്ല രസമായിരിക്കും. ബബ്ലൊക്കെ ഇങ്ങനെ ഓടി കളിക്കുമ്പോൾ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം സീറ്റിംഗ് പർപ്പസും കൂടി ആലോചിച്ചിട്ട് ഇവിടെ ഒരു ഷൂറാക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫുള്ള് നമ്മൾ ബ്ലാക്ക് തീമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ജനലുകളും നമ്മൾ സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഡോറും അല്ലേ, സ്റ്റീൽ ഡോർസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അകത്തുള്ള ഡോർസ് മാത്രം നമ്മൾ വുഡൻ ഡോർസ് കൊടുത്തത്. വെൽക്കം ഹോം. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത്. ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഏരിയ ആണ്. ഇതാണ് നമ്മുടെ പൂജാമുറി. അപ്പം നമ്മൾ ഇത് ഫുള്ളായിട്ട് ഒന്നുകൂടി റെഡി ആക്കാനുണ്ട്. അപ്പോൾ നമ്മൾ മലേഷ്യയിൽ നിന്ന് വാങ്ങിയ മുരുകന് പിന്നെ മുത്തപ്പൻകാവ് നിന്ന് വാങ്ങിയ മുത്തപ്പന് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വെക്കാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂജ
ഒരു ഏരിയ വരുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ വരുമ്പോൾ തന്നെ അതാ കാണുന്നത്. പിന്നെ നമുക്ക് മേലെ കുറച്ച് സ്പേസ് ഉണ്ട് സാധനങ്ങളൊക്കെ വെക്കാനുള്ളത്. ഇതാണ് നമ്മുടെ ടി വി യൂണിറ്റ് ഏരിയ. അപ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക, സീലിംഗ് ഹൈറ്റ് വരെയുള്ളൊരു ടി വി യൂണിറ്റ് വേണമെന്നുണ്ടായിരുന്നു. നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല നല്ല മോഡൽസ് കണ്ടു. അപ്പം ആ മോഡൽസിൽ നിന്ന് പല 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 ഡിസൈനൊക്കെ എടുത്തിട്ട് നമ്മൾ ആക്കിയതാണ്. നമുക്ക് ഇവിടെ നമ്മളൊരു ഗോൾഡൻ സ്ട്രിപ്സ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ ഫുൾ ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ തട്ടുകൾ കൊടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ ഷെൽഫൊക്കെ നമുക്കിങ്ങനെ ഓരോരോ ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് അവിടെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സോഫ വരുന്നത്. ഇത് നമ്മൾ ഈ ഒരു കളർ കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സോഫയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേറ്റവും എനിക്കിഷ്ടം ഈ ഒരു കോർണറാണ്. നല്ല സുഖം അവിടെ ഇരിക്കാൻ. അതുകൊണ്ട് തന്നെ ബബ്ലൂസും അപ്പും ഒക്കെ അല്ലേ വന്നിരിക്കും, എപ്പോഴും വന്നിരിക്കും. ഞാൻ പറയുന്നത് എൻ്റെ സീറ്റാണ്. അപ്പം ഈ ഒരു കോർണർ നല്ല അടിപൊളി. ഇല്ല, ബബ്ലൂസ് വിട്ടു തരൂല കോർണർ. പിന്നെ ബബ്ലൂസ് ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കും, പക്ഷെ അപ്പു ആകുമ്പോൾ ഞാൻ വിട്ടു കൊടുക്കില്ല. പിന്നെ നമ്മളിവിടെ റഗ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സ്ക്വയറിലൊരു ടീപ്പായി കൊടുത്തിട്ട് ഈ റഗ്സ് നല്ല സുഖം കേട്ടോ. നല്ല കാലിങ്ങനെ കുത്തുമ്പോൾ നല്ല 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 പഞ്ഞിയിൽ തൊടുന്ന പോലെ ഉണ്ട്. നല്ല ഫറിൻ്റെ റഗ്സാണ്. പിന്നെ നമ്മളൊരു ടീപ്പായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു പാനലൊക്കെ കൊടുത്ത് 3 ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 4 ബോക്സ് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിസിബിലിറ്റി വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു സ്പേസ് ഒഴിഞ്ഞു കിടന്നപ്പം നമ്മൾ വിചാരിച്ച് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കൊടുക്കാന്നുള്ളത്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്പോട്ട്. ഇവിടെ എല്ലാം നമ്മുടെ ഫേവറേറ്റ് സ്പോട്ട് തന്നെയാണ്. നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ്. കാരണം ഇവിടെ വലിയൊരു മിറർ വരുന്നുണ്ട്. നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ തന്നെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും. അങ്ങനെ വലിയൊരു മിറർ വരുന്നുണ്ട്. നല്ല രസമാട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മിറർ കൊടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അധികം വിൻഡോസ് വരുന്നില്ല. അപ്പോൾ ആ വിൻഡോസ് വരാത്ത സമയത്ത് നമുക്ക് ലൈറ്റും കുറവായിരിക്കും. ഈ ഒരു സ്പേസ് ഒരു കൺജഷൻ തോന്നാതെ നിൽക്കാനും കൂടി വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ലൈറ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മിറർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഈ ഒരു ടൈപ്പ് മിറർ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് കൊടുത്തു. ഇത് നമ്മുടെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഡൈനിങ് സെറ്റാണ് കേട്ടോ. നമ്മൾ എടുത്തത് ഐഫൈ എന്നാണ്, ഐഫൈ ഇൻറ്റീരിയർ എന്നാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സെറ്റാണ്. ആക്ച്വലി നമ്മൾ ആദ്യം അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിരുന്നു. അപ്പോൾ അത് കുറച്ച് ലെങ്ത് കൂടുതലായതുകൊണ്ട് നമ്മൾ വേറെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചോദിച്ചപ്പോൾ അവർ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോഴാണ് അവിടെ നമ്മൾ വേറൊരു കുറച്ച് ഫ്ലവേഴ്സും പിന്നെ പ്ലാന്റ്സ് ഒക്കെ എടുക്കാൻ പോയ സമയത്താണ് നമ്മൾ ഇത് കണ്ടത്. അപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം നമ്മൾ പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുന്നതിന് മേലെ തന്നെ ഒരു ലൈറ്റ് വേണമെന്നുള്ളത്. അപ്പോൾ നമ്മളിത് അവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇനി നമ്മൾ ഒന്നുകൂടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് ഇതാക്കി ക്ലീൻ ചെയ്യാനുണ്ട്. ഫൈനൽ ക്ലീനിങ് നടന്നിട്ടില്ല. അപ്പം ഈ ലൈറ്റൊക്കെ നമുക്കൊന്ന് സെറ്റ് ആക്കാനുണ്ട്. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതും ഇതേപോലെ തന്നെ നമ്മൾ കാലിക്കറ്റ് ഒരു ഷോപ്പിൽ ഇങ്ങനെ ചുമ്മാ പോയ സമയത്ത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മൾ അപ്പം തന്നെ വാങ്ങി. പിന്നെ ഇതിൻ്റെ ബ്ലാക്കും കൂടി മാച്ചുമായി. അപ്പം എല്ലാം അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് വേഗം കൈയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്ക്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം, നമ്മുടെ ബെഡ്റൂം. അപ്പോൾ വെൽക്കം. ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. ഇവിടെ നമ്മളൊരു കിങ് സൈസ് കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഹെഡ് ബോർഡ്, ഇങ്ങനത്തെ വലിയ ഹെഡ് ബോർഡ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തലേൻ്റെ മേലേക്കുള്ള മറ്റേ ഡോണിൻ്റെ പോലത്തെ ഹെഡ് ബോർഡ് അത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 സൈഡിൽ റോമൻ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്നൊരു വാർഡ്രോബാണ്. സ്ലൈഡ് ചെയ്യുന്ന വാർഡ്രോബ് ആകുമ്പോൾ നമുക്ക് അത്രയും സ്പേസ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ സീലിംഗ് ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് ഈ റൂമിൽ. കാരണം നമുക്ക് അത്രയും സ്റ്റോറേജ് കിട്ടുമല്ലോ. അപ്പോൾ സീലിംഗ് ഹൈറ്റ് വരെയാണ് സ്റ്റോറേജ് ഉള്ളത്. പിന്നെ ഇവിടെ നമ്മളൊരു ഡ്രസ്സിങ് യൂണിറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് മേക്കപ്പ് സാധനങ്ങൾ ഇതൊക്കെ വെക്കാൻ പറ്റിയ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരു TV യൂണിറ്റ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു TV യൂണിറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക, മൂവി നൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, ഞാനും ബബ്ലൂസ് അപ്പോൾ ഒക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ രാത്രി മൂവിയൊക്കെ കാണും. പിന്നെ ഇവിടെ നമ്മളൊരു ഫുൾ സൈസ് മിറർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ എനിക്കുണ്ടായിരുന്നു എൻ്റെ വീട്ടിലൊരു ഫുൾ സൈസ് മിറർ വേണം. അതായത് നമ്മൾ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് കാണാൻ പറ്റിയ മിറർ വേണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഫുൾ സൈസ് മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ഫുൾ സൈസിലുള്ള കേർട്ടനാണ് കൊടുത്തിട്ടുള്ളത്. അവർ ആക്ച്വലി നല്ല വൃത്തിക്കാണ് കൊണ്ടുവന്നത്. പക്ഷെ നമ്മൾ 2 ദിവസം വെച്ചിട്ട് വേണ്ടി വന്നു ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ചെറുങ്ങനെ ചുളുങ്ങിയതാണ്.
അപ്പോൾ ഇതാ നമ്മൾ ഫുൾ ഹൈറ്റിൽ കേർട്ടൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റൂമിൽ ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ട് ഒരു സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല സുഖമായിരിക്കാൻ. ഇവിടെ ഇങ്ങനെ നമ്മൾ കാല് വെച്ചിട്ട് നല്ല സുഖത്തിൽ ഇങ്ങനെ ഇരിക്കും. ഇത് കാല് വെക്കാനുള്ളതാണ് ഇരിക്കാനുള്ളതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല, പക്ഷേ ഞാൻ കാണിച്ചതാണ്. നല്ല രസമായിട്ട് ഇവിടെ ഇരിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളൊരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രീനറി ടച്ചിന് വേണ്ടിയിട്ട്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ലൈറ്റാണ് ഇത്. ഞാൻ കറക്റ്റ് ഇങ്ങനെ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് പിക്ക് എടുത്തിട്ട് ഞാൻ മാഹിയിലൊരു ഷോപ്പിൽ കണ്ടിരുന്നു, പക്ഷെ ഞാൻ അവിടെ പോയപ്പോൾ കിട്ടിയില്ല. അപ്പം വേറൊരു ഷോപ്പിൽ പോയിട്ട് ചേട്ടാ ഈ ലൈറ്റ് ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കലും മൂപ്പരിങ്ങനെ നോക്കിയിട്ട് ഇതേ ഒരു സെയിം ലൈറ്റ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു തരലും അങ്ങനെ കിട്ടിയതാണ്. ഇതാകുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ലൈറ്റ് ഉണ്ടാവും. പിന്നെ ഇവിടെ താഴെ ഇങ്ങനെ ലൈറ്റ് വരും. ഈ ബബിൾസ് പോലത്തെ ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനോട് മാച്ച് ആക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ബബിൾസ് പോലത്തെ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. നമ്മളിതാ AC വെച്ചിട്ടുണ്ട്. എ സിൻ്റെ ആ ലൈനും ഈ റോസ് ഗോൾഡ് ലൈനും ഏകദേശം സെയിം കളറാട്ടോ. അപ്പോൾ ഇത് മാച്ചാക്കി വാങ്ങിയ പോലെ ഉണ്ട്. നമ്മൾ കണ്ണങ്കണ്ടിന്നാട്ടോ AC പിന്നെ TV കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മൾ ഗ്രാൻഡ് ഹോമിൻ്റെ അവിടെ നിന്നാണ് ഈ സ്പ്രെഡും അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചുള്ളത്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ, നല്ല രസമല്ലേ വിരിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട്. ഈ റൂം ഫുള്ളൊരു പിങ്ക് മയാണ്. അപ്പോൾ ടോട്ടലി പിങ്കിൻ്റെ പല ഷെയ്ഡാണ്. പിന്നെ ഇതൊന്നും നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂം വരുന്നത്. ഇവിടെ വാഷ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ മിറർ വരാനുണ്ട്. പിന്നെ ഇവിടെ വാൾ മൗണ്ടഡ് ക്ലോസറ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒറ്റ റൂമിൽ നമ്മൾ വാൾ മൗണ്ടഡ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഫുൾ ഹൈറ്റിലാണ് നമ്മളൊരു ഗ്രീൻ തീമാണ് എടുത്തത്. ഫുൾ ഹൈറ്റിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഹോട്ടൽ റൂംസിലൊക്കെ ഉള്ള പോലെ ബാത്റൂം വേണമെന്ന്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഗ്ലാസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തിരിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ എന്താ നമ്മള് ഫുള്ള് ബ്ലാക്ക് ആണ് കൊടുത്തത്. ഇവിടെ ആക്സസറീസ് ഒക്കെ ബ്ലാക്ക് ആണ് ഉള്ളത്. പിന്നെ ഇവിടെ നമ്മള് എന്താ പറയാ ടവൽസ് ഒക്കെ വെക്കാനുള്ള ഒരു സംഭവം ഉണ്ട്. പിന്നെ ഹീറ്റർ ഉണ്ട്. അങ്ങനെ അത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ പാരന്റ്സ് ബെഡ്റൂം. അപ്പം നമ്മൾ ഓരോ ബെഡ്റൂമും ഓരോ തീമിലാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബെഡ്റൂം കേട്ടോ. ഇത് നമ്മൾ ഗ്രീൻ തീം, അതായത് പാരൻസിനാകുമ്പോൾ കുറച്ച് ഗ്രീനറി പോലെ നമ്മളൊരു ഗ്രീൻ തീമില്ല. ഗ്രീന് ഭയങ്കര ഇഷ്ടമാണ്, അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെന്തായിരുന്നു പറയുക, റീപ്പർ എന്നാ പറയാ. ജർമ്മൻ ടൈപ്സ് ഹോംസിലൊക്കെ കാണാൻ തോന്നും, ജർമ്മനാന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമ്മളിതാ ഇത് വൈഫ് എന്നല്ല എടുത്തത്. ഇത് നമ്മളിതാ ഇവിടെ ഒരു ഷോ പീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലായിടത്തും നമ്മൾ ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ട്, കാരണം ഹാങ്ങിങ് ലൈറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ഹാങ്ങിങ് ലൈറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഷോ പീസിലേക്ക് സ്പോട്ട് ചെയ്യാൻ 2 സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പക്ഷെ അത് സ്പോട്ടായില്ല, സ്പോട്ടാക്കണം. പിന്നെ ഇതാ നമ്മുടെ ഗ്രാൻഡ് ഹോംസിൻ്റെ തന്നെ ഷീറ്റാണ്. ഇവിടെയും നമ്മൾ കിങ് സൈസ് ആട്ടോ കൊടുത്തത്. ഇവിടെയും നമ്മുടെ റൂമിൽ നമ്മൾ കിങ് സൈസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു കുട്ടി ലാമ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാമ്പ്സും ലൈറ്റ്സും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കൊടുത്തതാണ്. 2 സൈഡിലും നമ്മൾ സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു അഗൈൻ ഗ്രീൻ പ്ലാന്റ്, റോമൻ ബ്ലൈൻസ്. പിന്നെ ഇതിങ്ങനെ സ്ലൈഡിങ്, നമ്മളെ എല്ലായിടത്തും സ്ലൈഡിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത്രയും സ്പേസ് നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതാ ഇവിടെ ആക്ച്വലി മിറർ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ബെഡിൻ്റെ നേരെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ മിറർ വെച്ചില്ല. അത് ഓരോരുത്തർ ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ ഇവിടെ മിറർ വെച്ചില്ല. പിന്നെ ഇവിടെ നമ്മളൊരു ഡ്രസ്സിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മിറർ ഇല്ലാത്തൊരു കുഴപ്പമില്ല, ഇവിടുന്ന് നേരെ നോക്കി നമുക്ക് ഡൈനിങ് ടേബിളിൽ ഒരു മിറർ കാണാം. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാരൻസ് ബെഡ്റൂം. എല്ലായിടത്തും നമ്മൾ ട്യൂബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാതെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ലൈറ്റ്സ് ഒന്നും ഇട്ട് വെച്ചിട്ട് യൂസ് ചെയ്യൂല, ട്യൂബായിരിക്കും മാക്സിമം ഇടുക. അപ്പോൾ എല്ലായിടത്തും ഓരോരോ ട്യൂബ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാഷ് ബേസിൻ ഏരിയ വരുന്നത്. ഇവിടെ നമുക്ക് മിറർ വരാനുണ്ട്, മേലെ ലൈറ്റ് വരാനുണ്ട്, മിററിന്റെ ബാക്കിലൊരു സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ വരാനുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. റോസ് ഗോൾഡും ബ്ലാക്കും തീമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ ഒരു ചെടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അതൊരു വെള്ളത്തിൻ്റെ അടുത്തൊരു ചെടി നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു കാം ഫീൽ അല്ലേ, അത് കിട്ടാൻ വേണ്ടിയിട്ടൊരു നമ്മളിവിടെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതും നമ്മൾ വുഡൻ തീമാണ്, അതായത് ഇത് ഫുള്ള് വുഡൻ ആക്കി. പിന്നെ നമ്മൾ ആദ്യം ഈ വോള് മാത്രമാണ് വുഡ് ടൈൽസ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഒരു വോള് കൊടുക്കുന്നതിനേക്കാളും നമ്മൾ വിചാരിച്ചു ഈ ഒരു സൈഡ് ഫുള്ള് കൊടുത്താൽ ആ ഒരു എന്താ പറയുക നല്ലൊരു എഫക്റ്റ് ഉണ്ടാവില്ല, ഈ സൈഡ് ഫുള്ള് വുഡായിട്ടുള്ള. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലായതുകൊണ്ട് അടിയിൽ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ റോമൻ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. അതല്ല, കുറച്ച് ലൈറ്റ് കളറാണ് കൊടുത്തത്, കാരണം ഇതിൻ്റെ ഉള്ളിലാവുമ്പോൾ ഒരു കൺജഷൻ ഫീൽ ചെയ്യാതിരിക്കാൻ. പിന്നെ ഇവിടെയാണ് നമ്മുടെ കോമൺ ബാത്റൂം വരുന്നത്.
ഇതാണ് നമ്മുടെ കോമൺ വാഷ്റൂം വരുന്നത്. ഇവിടെ നമ്മളൊരു ഈ ഒരു ബേജ് കളർ തീമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ അതാ ബ്ലാക്ക്, ഇത് രണ്ടും ജാഗ്വറിന്റെ കേട്ടോ, ബ്ലാക്ക് ബ്ലാക്ക് ബ്ലാക്ക്, ഇവിടെ ഫുള്ള് ബ്ലാക്ക് ആണ്. പിന്നെ ഇവിടെ മിറർ വരാനുണ്ട്, ലൈറ്റ് വരാനുണ്ട്. പിന്നെ അതാ നമുക്ക് ഹാൻഡ് ഷവർ ഉണ്ട്, പിന്നെ അല്ലാതെ ഈ ഷവറും ഉണ്ട്. പിന്നെ ക്ലോസറ്റ് ഈ സൈഡിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനെ ടവൽസ് ഒക്കെ മടക്കി വെക്കാം, പിന്നെ നമ്മുടെ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ തൂക്കിയിടാം അങ്ങനെ. പിന്നെ നമ്മൾ സീലിംഗിലാണ് ലൈറ്റ്സ്, എല്ലാ ബാത്റൂമിലും നമ്മൾ സീലിംഗിലാണ് കേട്ടോ ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫുൾ ഹൈറ്റിലാണ് നമ്മൾ എല്ലാ ബാത്റൂമിലും ടൈൽസ് ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. മൊത്തം ഒന്ന് ഉരച്ചിട്ട് ഫുൾ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ നല്ല നല്ല കിടക്കിടാന്നുള്ളത് തിളങ്ങും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ടും കൊടുക്കാം, ഇവിടുന്ന് ഇങ്ങോട്ടും കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഓപ്പൺ സ്പേസ് വേണമെന്നുണ്ടായിരുന്നു. നമ്മളൊക്കെ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ഭയങ്കര കിച്ചണിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകാതെ ഇവിടെ ആകുമ്പോൾ നമുക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമ്മൾ കിച്ചൺ തന്നെ അങ്ങ് അറ്റം വരെ കാണാം. പിന്നെ ബബ്ലൂസൊക്കെ ലിവിങ് ഏരിയയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ തന്നെ നേരെ അങ്ങോട്ടേക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കിച്ചണിൽ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് വേണമെന്നുണ്ടായിരുന്നു. ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ്സ് നമ്മൾ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെയും 3 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു വുഡൻ പാനലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അയ്യോ ഇത് പറയാൻ പറഞ്ഞു, ഇവിടെ ഒരു മാനിൻ്റെ ക്ലോക്ക് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കുറേ നോക്കിയിട്ട് കിട്ടിയതാണ്. ഒരുവിധം ഇപ്പം എല്ലാ സ്ഥലത്തും ഈ ക്ലോക്ക് കാണാം, എന്നാലും ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മൾ ആദ്യം ഒരു ക്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് വേറെ ക്ലോക്ക് എടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അപ്പോൾ എനിക്ക് വേറൊരു ആഗ്രഹം എൻ്റെ എന്താണെന്ന് വെച്ചാൽ ചിമ്മിണിയുള്ള കിച്ചൺ വേണമെന്നായിരുന്നു. അപ്പോൾ ചിമ്മിണിയുള്ള കിച്ചൺ ഇത് നമുക്ക് ബസിംഗേന്ന് ഇത് ഗെയിം കളിച്ച സമയത്ത് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചു. പിന്നെ നമ്മൾ ഡെക്കറേഷന് കുറച്ച് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അത് നല്ല രസമാട്ടോ. ഈ ഒരു വുഡൻ്റെ ഇതിൽ ഇങ്ങനെ ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ വേറെ ഐറ്റം കാണിച്ചു തരാം. തുറക്കൂ സിസി, പുതിയ കാര്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഇങ്ങനെ മുട്ടിയെ തുറക്കൂല, മുട്ടിയെ കാണിക്കുന്ന ഫ്രിഡ്ജാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ആക്കിയാൽ നമുക്ക് വേണ്ട, അതായത് ഈ ഇതിലുള്ള സാധനങ്ങൾ വേണ്ടത് മാത്രം എടുക്കാം. ഇനി അതെല്ലാം ഒന്നായിട്ട് എടുക്കണമെങ്കിൽ നമുക്കിതാ ഇങ്ങനെ തുറക്കാം. അപ്പം നമുക്കിങ്ങനെ ഒന്നായിട്ട് എടുക്കാൻ പറ്റും. ഒന്നും വെച്ചിട്ടില്ല, ഒന്നും നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫ്രീസർ സൈഡ് വരുന്നത്. ഇതാ ഇവിടെ ക്രഷ്ഡ് ഐസ്, വെള്ളം, ഇത് ടച്ചായിരുന്നു ഗൈസ്. ക്രഷ്ഡ് ഐസ്, വെള്ളം, പിന്നെ ഐസ് ക്യൂബ്സ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇവിടെ ലൈറ്റ് വെച്ച സമയത്ത് നമുക്ക് വേറൊരു അടിപൊളി കാര്യം കിട്ടിയ എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ലൈറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ട്. അപ്പം അത് ആക്ച്വലി ഇങ്ങനെ ലൈൻ എടുത്ത സമയത്ത് കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലൂടെയായിരുന്നു ലൈന് പോകുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു ലൈറ്റും കിട്ടി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ വുഡൻ്റെ ഫ്ലോറിംഗ് ആട്ടോ കൊടുത്തത്. അതാകുമ്പോൾ പെട്ടെന്ന് സ്റ്റെയിൻ ഒന്നും ആയാലും മനസ്സിലാവില്ലല്ലോ. നമ്മളെപ്പോഴും കിച്ചൺ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പെരുമാറുന്ന സ്ഥലമല്ലേ. പിന്നെ ആ വുഡൻ ഫ്ലോറിങ്ങിന് ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കിച്ചൺ കുറച്ച് ചെറുതായതുകൊണ്ട് നമുക്ക് ഒരു ലൈറ്റ് കൂടാനും അതേപോലെ തന്നെ കുറച്ചുകൂടി ഒരു സ്പേഷ്യസ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ മേലെ ഫുള്ള് വൈറ്റ് കളർ തന്നെയാണ് കൊടുത്തത്. നമ്മൾ വീട്ടിൽ ഒരുവിധ ഐറ്റംസ് ഒക്കെ നമ്മൾ സോഫ്റ്റ് ക്ലോസ് യൂണിറ്റ്സാണ് കൊടുത്തത്. അതാകുമ്പോൾ നമുക്ക് നല്ല സുഖം. ഇങ്ങനെ തുറന്നിട്ടിട്ട് ഇങ്ങനെ തുറന്നിട്ടിട്ട് ഇങ്ങനെ അടച്ചാൽ മതി, ബാക്കി മൂപ്പര് തന്നെ പോയി അടഞ്ഞോളൂ, നമുക്ക് നമ്മുടെ പണികൾ നോക്കാൻ സമയം കൊണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സിങ്ക് ഏരിയ വരുന്നത്. 2 സിങ്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ടേൺ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ പുകയില്ലാത്ത അടുപ്പ്, മറ്റേ സിനിമയിൽ പറയുന്നില്ലേ, ഇതാണോടോ തൻ്റെ പുകയില്ലാത്ത അടുപ്പ്, ആ പുകയില്ലാത്ത അടുപ്പാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ മേലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മേലെ ഫുള്ള് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ വർക്കിംഗ് കിച്ചണാണ്. ഇവിടെ നമ്മളൊരു ഫ്രിഡ്ജ് വരുന്നുണ്ട്. ഇങ്ങനെ തുറക്കാൻ പറ്റും. ഫ്രിഡ്ജ് ഓണാക്കിയിട്ടില്ല, ഓണാക്കണം, ഒന്നുമില്ലാത്തതുകൊണ്ട് ഓണാക്കിയിട്ടില്ല. പിന്നെ ഇവിടെ നമ്മൾ സ്റ്റവ് വരുന്നുണ്ട്, ഗ്യാസ് സ്റ്റവ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഇപ്പം കുറേ ദോശയൊക്കെ ചൂടാനുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ദോശ ചൂടാം. അതിനായിട്ട് ഞാനൊരു കറങ്ങുന്ന കസേര ഇവിടെ വൈകിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇലക്ട്രീഷ്യൻ്റെ സാധനങ്ങളാണ് കേട്ടോ. കാരണം നമുക്കിവിടെ കുറച്ച് പണിയും കൂടി ചെയ്യാനല്ല, എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ നമ്മളൊരു എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ അല്ല, ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ പക്ഷേ കുറച്ച് സ്പേസ് കുറവായതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ പോലെ എന്ന് വെച്ചാൽ നമുക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുത്ത് കഴിക്കാനും ഇവിടെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാലും അല്ലേ. ഇതിൻ്റെ പുറത്താണ് നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ ഇപ്പുറത്തെ പുറത്ത് നമ്മൾ എന്താ പറയുക,
വെജിറ്റബിൾ ഗാർഡനും കൊടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് പറ്റിയ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ തന്നെയാണ് പുറത്തത്തെ ഗ്യാസ് ഒക്കെ അവിടെ തന്നെയാണ് വരുന്നത്. ഇനി ബാക്കി മേലെ കാണിച്ചിട്ട് ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ഈ മാനിനെ തൊടാം കേട്ടോ. ഈ മാനിനെ ഇങ്ങനെ തൊടാൻ പറ്റും. പിന്നെ അതാ കയറി വരുമ്പോൾ നമ്മളിവിടെ ഒരു ഗ്രീനല്ല പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. അയ്യോ ഇത് കാണിക്കാൻ മറന്നുപോയി. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫുഡ് ലാമ്പ് ആയിട്ട് വരും. നമ്മൾ ഫസ്റ്റ് അതായത് സ്റ്റെയറിന് ലൈറ്റ് കിട്ടാൻ വേണ്ടി ഇത് താഴെ മുതൽ ഇങ്ങ് വരെ സ്റ്റെയറിന് ലൈറ്റ് ഉണ്ട്. അപ്പോൾ വേറൊരു ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു നമ്മുടെ വലിയ വലിയ ഹോട്ടൽസൊക്കെ കാണുമ്പോൾ അവിടെ ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ വലിയൊരു ലൈറ്റ്, ഒരു ഷാലിയർ. അപ്പോൾ അതേപോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ പിള്ളേയിൽ വെച്ചിട്ട് നമ്മൾ വലിയ ലൈറ്റ് നോക്കി എടുത്തതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വലിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പർ ലിവിങ് ഏരിയ. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പർ ലിവിങ് സ്പേസ്. ആക്ച്വലി ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഒരു സ്ഥലം അല്ലേ അപ്പർ ലിവിങ്. യെസ്, നമ്മൾ താഴെ 2 റൂം ഉള്ളതുകൊണ്ട് ഇവിടെയാണ് നമുക്ക് കുറച്ചുകൂടി സ്പേസ് ഉള്ളത്. അപ്പോൾ നമ്മളെ പഴയ TV നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഗസ്റ്റിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അവർക്ക് ഇവിടെ തന്നെ ഇരുന്ന് TV ഒക്കെ കണ്ട് കുറച്ച് എൻജോയ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റ് വരും ചെയ്യും. അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മളിവിടെ ഒരു TV യൂണിറ്റ് ഏരിയ സെറ്റ് ആക്കിയിട്ടുണ്ട്. റോസ് ഗോൾഡിന് സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്, ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടെക്സ്റ്റർ വാൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു എന്താ പറയുക ഒരു വോൾ ആർട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ഗോൾഡ് കളർ. അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് അതിൽ ഇടയ്ക്കിടയ്ക്ക് മിററുണ്ട്. ബബ്ലു ഇങ്ങനെ ആ മിററിൽ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ആണ് പറഞ്ഞത് ഇവിടെ ഒരു നമുക്ക് TV യൂണിറ്റ് വേണമെന്നുള്ളത്. നമ്മൾ താഴെ 2 TV യൂണിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട അത്. പക്ഷെ അപ്പോൾ പറഞ്ഞു ഇല്ല, നമുക്ക് വീട്ടിൽ ഉണ്ടായിരുന്ന TV ഇവിടെ വെക്കാമല്ലോ. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് മേലെ ഗസ്റ്റിനായിട്ടൊരു യൂണിറ്റ് ഏരിയ ചെയ്ത് വിടാമെന്ന് വിചാരിച്ചിട്ട്. ഇത് നമ്മൾ ഈ സെയിം ലൈറ്റ് മറ്റേ ഫെസിൻ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു, നമ്മൾ അവിടെ പോയി സ്റ്റേ ചെയ്ത സമയത്ത് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ പിക്ക് എടുത്ത് വെച്ച് പിന്നെ പിൻട്രസ്റ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, സിമിലർ പിക്കൊക്കെ നോക്കി. അങ്ങനെ ഞാനിത് സെയിം കിട്ടണം എന്ന് വിചാരിച്ച് ഞാൻ കുറേ നോക്കി അവസാനം നമുക്ക് കാലിക്കറ്റുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഇങ്ങനെ സെയിം സാധനം കിട്ടി. ഭയങ്കര ഹാപ്പി. അപ്പോൾ നമുക്ക് സെയിം സാധനം കിട്ടി. പിന്നെ ഇവിടെ നമ്മൾ എന്താ പറയുക എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നമ്മൾ വെറുതെ വെച്ചിട്ടേ ഉള്ളൂ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് കേട്ടോ, നല്ല സുഖത്തിലിരിക്കാൻ. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഇവിടെ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഇത് സെറ്റ് ചെയ്യണം, ഇതിൽ പ്ലാന്റ്സ് വരണം, പിന്നെ ഈ വോൾ എന്തെങ്കിലും ആക്കണം എന്നുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ ടൈമില്ലാത്ത നമ്മൾ ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ അപ്പർ ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് റെഡി ആക്കാനുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വരുന്നേ ഉള്ളൂ. പക്ഷെ നമ്മളിതാ ഇങ്ങനെ ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ്. ഇതിങ്ങനെ നമ്മൾ ബാക്കി ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഒരു ആംബിയൻ ലൈറ്റ് പോലെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ അത് മാത്രമായിട്ട് ഓണായിട്ട് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ നമ്മളിതാ ഒരു ടീപ്പോയ് സെറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 2 സീറ്റർ സോഫയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഫുൾ ഹൈറ്റിൽ സീലിംഗ് ഹൈറ്റിലാണ് കേർട്ടൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ്സ് നമ്മൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അതാ ഇവിടെ നമ്മളൊരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റഗ്സും കൊടുത്തിട്ടുണ്ട്. അത്രയാണ് ഇവിടെയുള്ള കാര്യങ്ങൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആണ്. എനിക്ക് കാണാനും നമ്മൾ അതെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബബ്ലൂസേട്ടൻ്റെ റൂം. ബബ്ലൂസേട്ടൻ ഇപ്പോഴൊന്നും കിടക്കില്ല, വലുതായാലേ ഉള്ളൂ. അപ്പം അത് കണക്കാക്കിയിട്ട് അതാണ് നമ്മളൊരു ബേബി ബോയ് എന്നുള്ളതിൻ്റെ തീമിലാണ് നമ്മളൊരു ബ്ലൂ തീം കൊടുത്തിട്ടുള്ളത്. പക്ഷേ ബബ്ലൂസ് വലുതാകുന്ന വരെ ഇത് ഗസ്റ്റ് റൂമാണ്. അപ്പോൾ ഗസ്റ്റുകളൊക്കെ വന്നാൽ നമുക്ക് ഒരുപാട് ഗസ്റ്റുകൾ വരാനുണ്ട്. അപ്പോൾ ഗസ്റ്റുകളൊക്കെ വന്നാൽ നമുക്ക് ഇവിടെ നിൽക്കാം. അപ്പോൾ ഗസ്റ്റ് റൂം ആയതുകൊണ്ട് തന്നെ നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ വാഷ്റൂമും അവർക്ക് യൂസ് ചെയ്യാമല്ലോ ഇവിടെ തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബബ്ലൂസിൻ്റെ ഒരു 3 ഫോട്ടോ ഫ്രെയിം വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പോട്ട് ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ അത് നമുക്ക് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല, ചെയ്യണം. അപ്പോൾ ഇതാണ് 2 സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ നല്ല റോമൻ ബ്ലൈറ്റ്സ് കൊടുത്തിട്ട് ഇവിടെ നമ്മളൊരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ മുടിയൊക്കെ ചീക്കണമെങ്കിൽ ചെയ്യാം. പിന്നെ ഒരു കാര്യമില്ലാതെ ഇതിൻ്റെ അടിയിലൊരു ലൈറ്റ് അല്ല മിറർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഷൂവിൻ്റെ ഒക്കെ ഭംഗി നോക്കാം ബബ്ലൂസിന്. പിന്നെ അതാ ഇവിടെയും വരുന്നത് സ്ലൈഡിങ് ആണ് കൊടുത്തത്. അതാകുമ്പോൾ നമുക്ക് എന്താ പറയുക അത്രയും സ്പേസ് നമുക്ക് കിട്ടും. മറ്റേ ഇതിങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് ഇത്രയും സ്പേസ് പോകുമല്ലോ വിചാരിച്ചിട്ടാണ് നമ്മൾ സ്ലൈഡിങ് വാർഡ്രോബ് കൊടുത്തത്. അത് കുറച്ചുകൂടി ഈസിയാണ് നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ബബ്ബുഷിൻ്റെ റൂം. അപ്പോൾ ഇതാണ് ഗസ്റ്റ് വാഷ്റൂം വരുന്നത്. ഇവിടെ നമ്മൾ സീലിങ്ങിലാണ് ലൈറ്റ് കൊടുത്തത്. ഇവിടെ ഫുൾ ഒരു ബ്ലൂ തീം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫൈനൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളിത് എടുത്തിട്ട് വേണം ചെയ്യാനുള്ളത്. പിന്നെ ഇതാ ഇവിടെ നമ്മൾ വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിറർ വരാനുണ്ട്, വന്നിട്ടില്ല. ഇവിടെ വാഷ് ബേസിൻ ഉണ്ട്. പിന്നെ
ഇതാ ഇവിടെ നമുക്ക് ടവൽസ് ഒക്കെ വെക്കാനുള്ളതുണ്ട്. ഇവിടെയാണ് നമുക്ക് ഷവർ ഏരിയ വരുന്നത്, ഹീറ്റർ വരുന്നുണ്ട്, പിന്നെ അതാ ഹാൻഡ് ഷവർ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഇതാക്കാനുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തോ മറ്റേ ഇതിൻ്റെ എന്തോ കറിയാം അല്ലേ, എന്തോ ടിന്നർ എന്തൊക്കെയോ ഇട്ടിട്ട് പോക്കണം, അല്ലാതെ പോകുന്നില്ല. അത് വർക്ക് ചെയ്ത സമയത്തുള്ള എന്തൊക്കെയോ കറകളാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് പോക്കാനുണ്ട്. പിന്നെ ഇവിടെ ക്ലോസറ്റ് വരുന്നത്, ഇതാണ് നമ്മുടെ ഗസ്റ്റ് ബാത്റൂം. ടടാ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ റൂം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്താ പറയുക, വീഡിയോസൊക്കെ എടുക്കാൻ പോകുന്നതും പിന്നെ നമ്മൾ എഡിറ്റിങ് കാര്യങ്ങൾ അതൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു നമുക്കൊരു സ്റ്റുഡിയോ റൂം ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്ത്. ആൻഡ് ഏറ്റവും അടിപൊളി കാര്യം എന്താ വെച്ചാൽ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ റൂമിൽ. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എന്താ പറയുക കുഞ്ഞാവുമ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു യൂട്യൂബർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കും എന്നാണ് ഒരു സിൽവർ പ്ലേ ബട്ടനൊക്കെ കിട്ടിയ കയ്യിലേക്ക് ഇത്. പക്ഷേ ഇപ്പോൾ നമുക്ക് 3 സിൽവർ പ്ലേ ബട്ടണും അതുപോലെ തന്നെ 2 ഗോൾഡൻ പ്ലേ ബട്ടണും ഉണ്ട്. ഒരുപാട് സന്തോഷം, എന്താ പറയേണ്ടത് സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് കേട്ടോ. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നമ്മളൊരു സോഫൊക്കെ എടുത്തിട്ടുണ്ട്, ഒരു ലോഞ്ചർ സോഫൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ ഇതാണ് അപ്പൂൻ്റെ സ്പേസ്. ഇത് കണ്ടോ, അപ്പൂൻ്റെ എന്താ പറയുക ഫേവറേറ്റ് സ്പേസ് അല്ലേ. അപ്പൂൻ്റെ ഫുൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഞാൻ പിന്നെ അങ്ങനെ ഇരുന്ന് എഡിറ്റ് ചെയ്യാറൊന്നുമില്ല, ഞാനിങ്ങനെ ഫോണിൽ അവിടെ സൈഡിൽ ഇരുന്ന് എഡിറ്റ് ചെയ്യാറ്. ഇവിടെ ഒരു ഫുൾ ഹൈറ്റ് കേർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മൾ നെക്സ്റ്റ് ഒരു കഫേ സെറ്റപ്പ് അല്ലേ. കഫേ സെറ്റപ്പ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ കുറച്ചൊരു പാറ്റേൺസ് ഉള്ളൊരു വാള് വേണമെന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ പാറ്റേൺസ് ഉള്ള വാള് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതേപോലെ തന്നെ നമ്മളിവിടെ ഒരു ഇത് സെറ്റാക്കിയിട്ടുണ്ട്. എന്താ പറയുക, സെറ്റാക്കി ഇത് നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇപ്പം ഞാൻ അപ്പൂന് ഇൻ്റർവ്യൂ എടുക്കുകയാണ്. ഓക്കെ പറയൂ. പിന്നെ Q&A വീഡിയോസ് അതൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് അല്ലേ, ഇതൊരു സെറ്റായിരുന്നു. അപ്പോൾ നമ്മളത് ഇവിടെ ഇട്ടു. കൂടുതൽ നമ്മുടെ ഇനി കണ്ടൻസ് ഒക്കെ നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിക്കും. ഇവിടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ച് എഴുതി വെക്കും. പിന്നെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കിട്ടാതെ ആകുമ്പോൾ ഇതിങ്ങനെ തുറന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇത് പുറത്തേക്ക് നോക്കും. ഇങ്ങനെയല്ല കേട്ടോ, തുറന്നിട്ട് പുറത്തേക്ക് നോക്കും അങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ റൂം. നമുക്ക് നെക്സ്റ്റ് പ്ലേസ്. യെസ്, ഒരു അയ്യോ മറന്നുപോയി. ഇവിടെ പുറത്ത് ഇത് നമ്മുടെ എന്താ പറയുക, പണ്ട് റീൽസിലൊക്കെ അല്ലേ ഇതിങ്ങനെ തുറക്കുന്ന ഒരു വീഡിയോ, അതുപോലെ തുറക്കാൻ വേണ്ടി ഞാൻ വെച്ച കർട്ടനാണ്. ഇവിടെ ചടാ, ഇവിടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയൊരു ബാൽക്കണി ഉണ്ട്. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇവിടെ 2 സൈഡിൽ 2 വാഴ ഉണ്ട് ഗൈസ്, 2 വാഴ ഉണ്ട്. യെസ്, ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ പഴയ നമ്മളെ ചാരുകസേരൊക്കെ അല്ലേ, പക്ഷെ നല്ല കംഫർട്ടാ. യെസ്, 3000-ന്റെ ഉള്ളിൽ എത്രയാണ്, പക്ഷെ നല്ല കംഫർട്ടായിരിക്കും. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ താഴത്തേക്കൊക്കെ നോക്കിയിരിക്കുക. പിന്നെ അതവിടെ നമ്മളൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഫുള്ള് നമ്മളൊരു വുഡിൻ്റെ തീമാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടായിരുന്നു. നമ്മളൊരു ബാംഗ്ലൂർ ഒരു സ്ഥലത്ത് പോയപ്പം ഇങ്ങനെ കണ്ടായിരുന്നു, അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ വുഡിൻ്റെ ടൈൽസ് വെച്ചിട്ട് ഫുള്ള് വുഡിൻ്റെ തീമാക്കി. അയ്യോ ഗൈസ്, ഞാൻ സൈഡായി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോർ റൂം വരുന്നത്. കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഉറക്കവും കാര്യങ്ങളൊന്നുമില്ല, ഫുള്ള് ഇതിൻ്റെ ഓട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോർ റൂം വരുന്നത്. ഇവിടെ ഒരു അയൺ ടേബിൾ വരാനുണ്ട്, അപ്പോൾ നമുക്ക് അയണിങ്ങിനും കാര്യത്തിനൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരാനുണ്ട്. ഇത് നമ്മളെ പഴയ വീട്ടിലെ അലമാര തന്നെയാണ്. അത് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാണ്ട് ഇവിടെ പൊടിയൊക്കെ പാറിയ സമയത്ത് ഒന്ന് കൊളായിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഇത് ക്രീം കളറാണ്. പിന്നെ ഞാനിങ്ങനെ സംസാരിക്കാന്ന് വെച്ചാൽ ഞാൻ സൈഡായി ഗൈസ്. ഇവിടെ നമ്മൾ ഈ ചുറ്റിലും നമ്മളിങ്ങനെ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇവിടെ നമ്മൾ 2 റോമൻ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്, ഗ്രേ കളറിൽ. പിങ്കും ഗ്രേയും വരുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ. ഇവിടെ നമ്മളൊരു ഡബിൾ കോട്ട് എന്ന് പറയാൻ പറ്റില്ല, സിംഗിൾ കോട്ടിലും കുറച്ചുകൂടി വലുതായിട്ടുള്ളൊരു കട്ടില്. ഇതാണ് ഗൈസ് ടെറസ് വരുന്നത്. ഇവിടെ നമ്മളിങ്ങനെ പുല്ല് വെച്ചിട്ടുണ്ട്.
ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇത് രാത്രി കാണാൻ നല്ല രസം. ലൈറ്റ് ഉണ്ട്, ഇതിന് മേലെ ലൈറ്റ് ഉണ്ട്. ഇത് ആക്ച്വലി നമുക്കൊരു കഫേ മോഡാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കഫേയിലൊക്കെ ഇരിക്കുന്ന പോലെ ഉണ്ടാവും. ഇവിടെ ഫാനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ നൈറ്റ് വ്യൂ ആണ് ഏറ്റവും അടിപൊളി. ഇവിടെ ഈ ഒരു പുല്ല് കൊടുത്തപ്പം അപ്പോട്ട് ചോദിക്കുന്നുണ്ട് ടർഫാണോ. നല്ല രസമാട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മളൊരു ഫാമിലി ടൈം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക ഇങ്ങനെ കുറച്ച് ഒരു ഡേ ഫുൾ വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊന്നിങ്ങനെ വന്നിരിക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. ബബ്ലൂസിന് ഭയങ്കര ഇഷ്ടമാണ്. ബബ്ലൂസിൻ്റെ ഡൈനോസറിൻ്റെ കാടാണ് ഈ പുല്ല്. അപ്പോൾ ബബ്ലൂസ് എപ്പോഴും അവിടെ കളിക്കുക. ഇപ്പോഴും ഇവിടെ കളിക്കാൻ വരണം എന്ന് പറഞ്ഞ് അവിടെ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഓടിയതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ടെറസ്. നമ്മളെ വീട്. അതെ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ച് കാര്യങ്ങൾ കൂടി വരാനുണ്ടല്ലേ? അതെ, വരാനുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇത് കൊട്ടാരാണ്. നമുക്ക് നമ്മുടെ ഇതിൽ എന്താ പറയുക, നമുക്കിതെല്ലാം ആണ്. ഞങ്ങളുടെ ഭയങ്കര എല്ലാം ഞങ്ങളുടെ രണ്ടാളുടെ ഇഷ്ടത്തിനാണ് ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം വിചാരിച്ചതിൽ അടിപൊളിയായി. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. അതൊരു 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വലിയ വീഡിയോ വന്നിട്ട്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. അത് മാത്രമല്ല, ഇതുപോലെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വീട് വെക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ.